പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ പഴയ ചാറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഈ ബാക്കപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ചാറ്റുകൾ നിങ്ങൾ പല സുഹൃത്തുക്കളും ആലോചിച്ചിട്ടുണ്ടാവും, ഈ ചാറ്റ് നമുക്ക് കാണാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ കാണും എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമായി മാറും. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാട്സപ്പ് ചാറ്റുകൾ എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതെന്ന്. അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് എടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കപ്പ് എന്ന് കാണും. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് ഒരു ബാക്കപ്പ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കും. ഇത് നമ്മൾ ഗൂഗിൾ സ്റ്റോറേജിലാണ് ഈ ചാറ്റുകൾ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മുടെ ഈ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഡെയിലി കൊടുക്കാം, ഇത് ആഴ്ചയിൽ കൊടുക്കാം, അത് പോയിട്ട് മാസത്തിൽ കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷനും ഇവിടെ കാണും. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. അറിയാത്ത സുഹൃത്തുക്കൾക്കാണ് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചാറ്റുകളെല്ലാം നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ ആപ്ലിക്കേഷനിലാണിത് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ചാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ 3 ലെവലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ബാക്കപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് ചാറ്റിന്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. ഇത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു പോപ്പപ്പ് ആയിട്ടൊരു മെസ്സേജ് അവര് അയച്ചിട്ടുണ്ടാവും. ഇത് ഈ ഫോട്ടോസും വീഡിയോസും ആഡിയോസും ഡോക്യുമെന്റ്സും എല്ലാം നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ആയി റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. അല്ലാതെ ഇവിടെ വെച്ച് നമുക്കൊന്നും ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് പോലെ ഒരു സംഭവം കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഇവിടെ വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാനോ നോക്കാനോ കഴിയത്തില്ല. വാട്സപ്പ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാറ്റുകൾ നമുക്ക് അവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. പക്ഷെ ഇത് മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഡിലീറ്റ് ബാക്കപ്പ്, ഈ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അത് പോയിട്ട് ഈ ഓഫ് ചെയ്യാം. ഇതുവരെ ഇങ്ങനെ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെക്കാം. ഇത് 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാനുള്ള, ചാറ്റുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഒരിക്കലുമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.